കാറൽമണ്ണ ഇളംതുരുത്തിപ്പാടത്ത് നിറപുത്തരി ഉത്സവം നടത്തി. നിറപുത്തരി കൊയ്ത്തിൽ ജനപ്രതിനിധികളും പ്രദേശവാസികളും പങ്കെടുത്തു. നിറപുത്തരി കതിർക്കറ്റകൾ 28-ന് രാത്രി ശബരിമലയിലേക്ക് കൊണ്ടുപോകും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കൊയ്ത്ത് ആരംഭിച്ചത്. കാറൽമണ്ണ ഇളംതുരുത്തിപ്പാടത്താണ് നിറപുത്തരി കൊയ്ത്ത് നടന്നത്. ശബരിമലയിലേക്കും ജില്ലയിലും മലപ്പുറം ജില്ലയിലുമുള്ള 26-ലധികം ക്ഷേത്രങ്ങളിലേക്കുമുള്ള നെൽക്കതിരുകളാണ് കൊയ്തെടുത്തത്. കൊയ്തെടുക്കുവാൻ പാകത്തിലുള്ള ഇളംതുരുത്തിപ്പാടത്തെ 20 സെന്റിൽ വിളഞ്ഞു നിന്നിരുന്ന നെൽക്കതിരുകൾ കഴിഞ്ഞ മേടമാസത്തിൽ കാഞ്ചന വിത്തുപയോഗിച്ചിറക്കിയ കൃഷിയിലാണുണ്ടായത്. ഇളംതുരുത്തിപ്പാടത്ത് ചുണ്ടയിൽ ശ്രീകുമാരൻ എന്ന കർഷകന്റെ നേതൃത്വത്തിലാണ് നിറപുത്തരിക്കുള്ള വിത്തിറക്കിയത്. ആദ്യം കൊയ്തെടുക്കുന്ന 150ഓളം ചുരുട്ട് നെൽക്കതിർ ശബരിമലയിലേക്ക് കൊണ്ടുപോകും. നിറയുത്സവം തായമ്പക വിദ്വാൻ ശുഗപുരം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഭദ്രദീപം തെളിയിച്ചു. ചുണ്ടയിൽ ലക്ഷ്മികുട്ടിയമ്മ ആദ്യ കതിർശേഖരണം നിർവഹിച്ചു. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ നിന്നും രാത്രി 9-ന് നിറപുത്തരികളുമായി 40-അംഗ സംഘം ശബരിമലയിലേക്ക് യാത്ര തിരിക്കും. പുലർച്ചെ ശബരിമല ശാസ്താവിന് മുൻപിൽ നിറപുത്തരി സമർപ്പണവും നടത്തും. ജനപ്രതിനിധികൾ, കൗൺസിലർമാരായ KM ഇസ്ഹാഖ്, P രാംകുമാർ, P ജ്യോതി, കർഷകർ, പ്രദേശവാസികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് നിറകൊയ്ത്ത് നടന്നത്. പരമ്പരാഗതമായിട്ടുള്ള അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിറപുത്തരി ഇന്നിവിടെ സമുചിതമായി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നെൽകൃഷിയിൽ ഈ ഇവിടെയുള്ള ജനങ്ങളെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഈ പരമ്പരാഗതമായിട്ട് നമ്മുടെ കാരണവന്മാർ നടത്തി വന്ന ഒരു ചടങ്ങാണിത്. ഈ ചടങ്ങ് വളരെ ശ്രദ്ധേയമായിട്ട് വളരെ ദൈവീകമായിട്ട് നടത്തിക്കൊണ്ട് ഈ നെൽകൃഷി പൂർണ്ണ തോതിൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും കാഞ്ചന എന്ന ഒരു ഇനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് സാക്ഷാൽ ശ്രീ ഭഗവാന്റെ തിരുനടയിൽ എത്തിക്കുമ്പോൾ കിട്ടുന്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടെയുള്ള ഓരോ കർഷക സമൂഹവും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ ഒറ്റപ്പാലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിലും ഇവിടുത്തെ മുൻ കൃഷി ഓഫീസർ എന്ന നിലയിലുള്ള എല്ലാ ദൈവ അനുഗ്രഹത്തിന് മുന്നിൽ കൈകൂപ്പുന്നു. നമസ്കാരം. CCA ന്യൂസ്, ചെർപ്പുളശ്ശേരി. ഒറ്റപ്പാലം താലൂക്കിൽ 40 ഹെക്ടർ തരിശുഭൂമി കൃഷിയിടമാക്കി മാറ്റി. 15 ഹെക്ടർ കൃഷിയിടത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. വാണിയംകുളം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കൃഷിഭൂമി കൃഷിയോഗ്യമാക്കിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ ആകെ 10 ഏക്കർ സ്ഥലത്ത് മാത്രമേ കൃഷിയോഗ്യമാക്കിയിരുന്നുള്ളൂ. ഇപ്പോൾ അത് 100 ഏക്കറോളമാക്കി ഉയർത്തി. ഒറ്റപ്പാലം നഗരസഭയിൽ 20 ഹെക്ടർ സ്ഥലമാണ് കൃഷിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. കൃഷിക്കായി 30,000 രൂപയാണ് സബ്സിഡി നൽകുക. 25,000-ഓളം കർഷകർക്കും 5,000 ഉടമയ്ക്കുമാണ് വിഭാഗിച്ചിരിക്കുന്നത്. 100ഓളം കർഷകരാണ് ഈ വർഷം കൃഷി ചെയ്യുവാനായി രംഗത്ത് വന്നിരിക്കുന്നത്. വാണിയംകുളത്ത് 20 പേരടങ്ങിയ കർഷക കൂട്ടായ്മ കൃഷിക്കായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. CCA ന്യൂസ്, ഒറ്റപ്പാലം. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ 6.5 ചാക്ക് ഹാൻസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. തിരുവേഗപ്പുറം നടുവട്ടം സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. നിരോധിത ലഹരി പദാർത്ഥമായ 6.5 ചാക്ക് ഹാൻസ് ആണ് പട്ടാമ്പി പോലീസ് വിളത്തൂരിൽ നിന്നും പിടിച്ചെടുത്തത്. 1000-ഓളം പാക്കറ്റുകൾ ഇതിലുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് നടുവട്ടം പുളിക്കൽ വീട്ടിൽ മുസ്തഫയെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ വിളത്തൂരിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നുമാണ് ലഹരി പദാർത്ഥം പിടികൂടിയത്. പട്ടാമ്പി CIക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. SI അജീഷ്, CPOമാരായ ഗിരീഷ്, ബിജു, വനിതാ CPO ദിവ്യ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ കർശനമായി തുടരുമെന്നും SI പറഞ്ഞു. ബഹുമാനപ്പെട്ട പട്ടാമ്പി CI സാർ കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ഞാനും പാർട്ടിയും കൂടെ വിളത്തൂർ പോവുകയും അവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന മുസ്തഫ എന്നയാൾ അവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 6.5 ചാക്കോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സെർച്ച് ചെയ്ത് പിടിക്കുകയും കുട്ടിയാനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയുന്നതിനും അതുപോലെ തന്നെ കഞ്ചാവ്, മദ്യം
തുടങ്ങിയവ പിടിക്കുന്നതിനും വേണ്ട ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അറിയിക്കുകയാണ്. CCN ന്യൂസ് പട്ടാമ്പി. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി വീണ്ടും ഗതാഗത പരിഷ്കാരം. ടൗണിൽ പ്രധാന പാതയിൽ ഭാഗികമായും സെൻഗുപ്ത റോഡിൽ പൂർണ്ണമായും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയാണ് ഗതാഗത ക്രമീകരണം. പരിഷ്കാരം ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. വർഷങ്ങളായി ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലയുന്ന യാത്രക്കാർക്ക് ഒരു പരിധിവരെ പരിഷ്കരണം ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് റെഗുലേറ്ററി കമ്മിറ്റി. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അധ്യക്ഷനും നഗരസഭാധ്യക്ഷനുമായ NM നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി CM സൈദാലി, ജോയിന്റ് RTO അനൂപ് വർക്കി, ട്രാഫിക് SI രാജശേഖരൻ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പരിഷ്കരണം നടത്തിയത്. CCN ന്യൂസ് ഒറ്റപ്പാലം. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറത്ത് യുവാക്കൾക്കായി വാശിയേറിയ കബഡി മത്സരം സംഘടിപ്പിച്ചു. BJP ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് NK മണികണ്ഠൻ കബഡി മത്സരം ഉദ്ഘാടനം ചെയ്തു. ദീനദയാൽ ഉപാധ്യായ ജന്മശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് യുവമോർച്ച ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറത്ത് കബഡി മത്സരം സംഘടിപ്പിച്ചത്. കടമ്പഴിപ്പുറം ഹൈസ്കൂൾ മൈതാനിയിലാണ് മത്സരം നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് അധ്യക്ഷത വഹിച്ചു. PA സജീവ് കുമാർ, കല്യാണകൃഷ്ണൻ, TP ബാലൻ, സച്ചിദാനന്ദൻ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി 8ഓളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. CCN ന്യൂസ് കടമ്പഴിപ്പുറം. തിരുവനന്തപുരത്ത് CPM പ്രവർത്തകർക്കും പാർട്ടി ഓഫീസുകൾക്കും നേരെ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് CPM ചെർപ്പളശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. BJPയെ സപ്പോർട്ട് ചെയ്യുന്നൊരു പത്രം, ആ പത്രം പോലും വരച്ചു കാട്ടിയ ചിത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ BJPക്കാർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ നടത്തിയ അഴിമതിയും അവർ ചെയ്തു കൂട്ടിയ വേലകളും തുറന്ന് കാട്ടിക്കൊണ്ട് മാതൃഭൂമി പോലും പ്രധാന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോക്കൽ സെക്രട്ടറി സുലേഖ, K ബാലകൃഷ്ണൻ, KK നാരായണൻകുട്ടി, K നന്ദകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും സന്ദർശിക്കൂ www.ccntv.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ കയറിപ്പറ്റിയുള്ള തട്ടിപ്പ് തടയാൻ അനുവദിച്ച സമയപരിധിക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. മലപ്പുറം ജില്ലയിൽ പുതിയ റേഷൻ കാർഡുകളുടെ വിതരണം 90% പൂർത്തിയായി. ചെർപ്പളശ്ശേരിയിലെ റേഷൻ ഗോഡൌണിൽ വിജിലൻസ് പരിശോധന. വെള്ളിനേഴി കലാഗ്രാമം സാംസ്കാരിക സമുച്ചയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ടൂറിസം വകുപ്പ് 2 കോടി രൂപ അനുവദിച്ചു. തിരുവേഗപ്പുറ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട ഉദ്ഘാടനം നീണ്ടേക്കും. പൂക്കോട്ടുകാവിൽ കോൺഗ്രസിനകത്ത് ഭിന്നത രൂക്ഷം. വിഭാഗീയത മൂലം മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് രാജി സമർപ്പിച്ചെന്ന സൂചന. കാറൽമണ്ണ ഇളന്തുരുത്തിപ്പാടത്ത് നിറപുത്തരി ഉത്സവം നടത്തി. നിറപുത്തരിക്കതിർ ശബരിമലയിലേക്ക് കൊണ്ടുപോകും. ഒറ്റപ്പാലം താലൂക്കിൽ 40 ഹെക്ടർ തരിശുഭൂമി കൃഷിയിടമാക്കി മാറ്റി. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ്, കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.